ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് നവംബർ 15 ശനി. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോടൊപ്പം നടന്ന ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടാകുകയാണ്. തർക്കം ഇതാണ്: ആരാണ് വലിയവൻ? സുഹൃത്തെ, ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് ലെവലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉയരാൻ സാധിക്കുക, ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുക, ഒന്നാമതെത്താൻ സാധിക്കുക? എല്ലാം ഫസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് ഇന്ന് ചുറ്റുപാട് നമ്മൾ കാണുക. അത് ലോകത്തിൻ്റെ ഒരു അരൂപിയാണ്. എല്ലാവരെയും കടത്തി വെട്ടിയിട്ട് ഒന്നാമതായി തീരണം. വിജയിക്കണം എന്നുള്ള അരൂപിയല്ല, ഒന്നാമതായി തീരണം എന്നുള്ള അരൂപിയാണ്. ഈ അരൂപി തന്നെയാണ് ശിഷ്യന്മാരിൽ നമ്മൾ കാണുക. ഈശോയുടെ ഒപ്പമാകാൻ വേണ്ടി 12 പേരെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ ദൗത്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് പോകുന്നു. ഈശോയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. തങ്ങളിൽ ആരാണ് വലിയവൻ, ആരാണ് ഒന്നാമത്തവൻ? ഈശോ അതിനാണ് ശാസിക്കുക. എന്നിട്ട് ശാസിച്ചിട്ട് ഈശോ അവരോട് പറയുക, പുറത്തുള്ളവരുടെ അടുത്ത് അങ്ങനെയായിരിക്കും, വിജാതിയുടെ ഒക്കെ അടുത്ത് അവർ ദൈവത്തെ അറിയാത്തവരാണ്. പക്ഷെ നിങ്ങൾ ദൈവത്തെ അറിയാം. നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നത്, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനെ പോലെ ആയിരിക്കണം, അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെ ആയിരിക്കണം. ഈശോ പറഞ്ഞു വയ്ക്കുക, നിങ്ങളുടെ ഇടയിൽ വലിപ്പം നോക്കുന്ന പ്രകൃതങ്ങൾ ഉണ്ടാകരുത്. നിങ്ങൾ മത്സരിക്കുക. എന്തിനാ? ചെറിയ വ്യക്തിയായി തീരാനായിട്ട് മത്സരിക്കണം. ചെറിയ വ്യക്തിയായി തീരുവാനായിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയുടെ ചൈതന്യം സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾ മത്സരിക്കണം. എല്ലാ മഹത്വവും വെടിഞ്ഞിട്ട് ദാസന്റെ രൂപം സ്വീകരിച്ച ഈശോയെ അനുകരിക്കുവാനായിട്ട് മത്സരിക്കണം. ഫ്രാൻസിസ് അസീസി മത്സരിച്ചു. എന്തിനാ? എളിയൊരു ദാസനായി തീരാൻ. കൊച്ചുത്രേസ്യ പുണ്യവതി മത്സരിച്ചു. എന്തിനാ? ഒരു ചെറു പുഷ്പമായി തീരാൻ. മദർ തെരേസ മത്സരിച്ചു. എന്തിനാ? എളിയവരുടെ ദാസനായി തീരുക, ദാസിയായി തീരുവാൻ. വിൻസെന്റ് ഡി പോൾ മത്സരിച്ചു. എന്തിനാ? എളിയൊരു സഹോദരനായി, ശുശ്രൂഷകനായി തീരുവാൻ വേണ്ടി. ഈ ഒരു മത്സരമാണ് സുഹൃത്തെ സ്വർഗം നിന്നിന്ന് പ്രതീക്ഷിക്കുക. ലോകത്തിൻ്റെതായ മത്സരങ്ങളല്ല. നിന്റെ ചുറ്റുപാടുകളിൽ ഇങ്ങനെ ഒരു മനസ്ഥിതിയോടുകൂടി മത്സരിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. സ്വർഗത്തിനു വേണ്ടി മത്സരിക്കുവാനായിട്ട് എൻ്റെ ഈ ചങ്ങാതിയെ സഹായിക്കണമേ.